സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം പഴയശാലയിൽ സ്ഥാപിച്ചിട്ടുള്ള ട്രാൻസ്ഫോമർ പ്രദേശവാസികൾക്ക് ഭീഷണിയാവുകയാണ്. പ്രവർത്തനം ആരംഭിച്ചിട്ടില്ലാത്ത ട്രാൻസ്ഫോമർ 2 വലിയ മരങ്ങൾക്ക് കീഴിൽ അപകടകരമായ രീതിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ട്രാൻസ്ഫോമറിന് മരങ്ങൾ മുറിച്ചുമാറ്റി സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തിരുവനന്തപുരം പഴയശാല ഭാഗത്ത് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായുള്ള ട്രാൻസ്ഫോമർ സ്ഥാപിച്ചു. അരശുമരത്തിന്റെയും വലിയൊരു പാലമരത്തിന്റെയും കീഴിലായാണ് ട്രാൻസ്ഫോമർ സ്ഥാപിച്ചത്. അത്ര സ്മാർട്ടല്ലാത്ത രീതിയിലുള്ള നടപടി. അതിശക്തമായ കാറ്റും മഴയും സംസ്ഥാനമൊട്ടാകെ അനുഭവപ്പെടുന്ന സമയമാണ്. ശക്തമായ കാറ്റിലോ മഴയിലോ മരച്ചില്ലകൾ ഒടിഞ്ഞു വീഴാം. ട്രാൻസ്ഫോമർ പ്രവർത്തനം ആരംഭിച്ചിട്ടാണ് മരച്ചില്ലകൾ ഒടിഞ്ഞു വീഴുന്നതെങ്കിൽ വലിയ അപകടമാകുമുണ്ടാവുക. ട്രാൻസ്ഫോമർ വെച്ച സമയത്ത് ഞങ്ങൾ ഇവിടുത്തെ അധികാരികളെ അറിയിച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇത് മരം മുറിച്ചിട്ടേ ട്രാൻസ്ഫോമർ ചാർജ് ചെയ്യത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇത്ര ദിവസമായിട്ട് അതിനെക്കുറിച്ച് ഒരു തീരുമാനമായിട്ടില്ല. അപ്പോൾ ബാക്കിലും ഒരു ഫീഡർ വെച്ചിട്ടുണ്ട്, ഫ്രണ്ടിലും ഒരു ഫീഡർ വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട ഇതിൻ്റെ ഫൗണ്ടേഷൻ ഇതെല്ലാം പോയിരിക്കുകയാണ്. ഈ മരത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇത് മുറിച്ചേ പറ്റൂ. ജനങ്ങൾ ഇവിടെ എല്ലാവരും ഞങ്ങളത് പറഞ്ഞതാണ്. അവർ മുറിക്കാമെന്ന് പറഞ്ഞാണ്. ഇപ്പോൾ ഇതിന് ഒരു ഉത്തരവാദിത്വമല്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ സിറ്റുവേഷൻ. ഇതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ നിന്നും തുളച്ച് ഈ ട്രാൻസ്ഫോമറിൻ്റെ ഭാഗത്തേക്ക് എത്തുകയും അതുമൂലം ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി ഈ ട്രാൻസ്ഫോമർ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ഫലമുണ്ടാകാത്ത രീതിയിലേ വരുള്ളൂ. ട്രാൻസ്ഫോർമർ സ്ഥാപിച്ചിട്ടുള്ള ഫൗണ്ടേഷന് കീഴിലെ മണ്ണൊലിച്ചുപോയ നിലയിലാണ്. അരശുമരത്തിന്റെ വേരുകൾ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇത് സ്ഥാപിക്കുന്നതിന് മുമ്പേ മുറിച്ചു മാറ്റാൻ വേണ്ടിയുള്ള ഈ സ്മാർട്ട് സിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ച് അവർ ഏറ്റതാണ്. അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫോമറിന് വലിയ തകരാറ് തന്നെ സംഭവിക്കാൻ പോകുന്നത്. വരും തലമുറയ്ക്ക് ഇത് വലിയൊരു ഭീഷണിയായി മാറും. ഇപ്പോഴത്തെ കാറ്റിലും മഴയിലും ഒക്കെ വിഷയമായിരുന്നത്. കാറ്റത്ത് കൊണ്ടകളൊക്കെ ഒടിഞ്ഞു വീണും പ്രശ്നങ്ങളായിരുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റാനുള്ള സംവിധാനം ഉണ്ടാക്കി തരണം. 2 മരങ്ങളും വെട്ടിമാറ്റണമെന്ന ആവശ്യമാണ് നാട്ടുകാർക്കുള്ളത്. മരങ്ങൾ മുറിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഫണ്ട് അലോട്ടായിട്ട് വന്നതിന് ശേഷം ഈ മരം മുറിക്കാനായിട്ടാണ്. മരം മുറിച്ചു മാറ്റുക എന്നുള്ളതാണ് നമ്മുടെയും ഈ നാട്ടുകാരുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ കൗൺസിലിൻ്റെയും നിലപാട്. ചാല UP സ്കൂൾ, തമിഴ് LP സ്കൂൾ, തമിഴ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിങ്ങനെ തലസ്ഥാന നഗരിയിലെ 3 പ്രധാന സ്കൂളുകളിലേക്ക് കുട്ടികൾ പോകുന്ന വഴിയിലാണ് ഈ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിട്ടുള്ളത്. മരങ്ങൾ മുറിച്ചുമാറ്റി ട്രാൻസ്ഫോമറിന്റെ അടിത്തറ കൂടുതൽ ബലപ്പെടുത്തേണ്ടതുണ്ട്. അധികൃതരുടെ അനാസ്ഥ വലിയ അപകടങ്ങൾക്ക് വഴിവെക്കും മുന്നേ ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ക്യാമറാമാൻ ചന്ദ്രജോസിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.